വെൽക്കം ടു രമ്യാസ് എഡ്യൂ വേൾഡ്. എഡ്യൂ വേൾഡ് എന്ന ചാനൽ ഫിസിക്സിന് വേണ്ടിയിട്ടുള്ളതാണ്, സയൻസ് സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. മാത്സിന് വേണ്ടിയിട്ട് രമ്യാസ് മാത്സ് കോർണർ എന്ന ചാനലും ലൈവ് ക്ലാസ്സസിന് വേണ്ടിയിട്ട് രമ്യാസ് മാത്സ് കോർണർ എന്ന ആപ്പ് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഫിസിക്സിനകത്ത് നമ്മൾ റിഫ്രാക്ഷനിൽ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് സൈൻ കൺവെൻഷൻ ആണ്. ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ. നമ്മൾ മിററിന്റെ കേസിൽ പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും പറയുന്നത്. നമ്മൾ ലെൻസ് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസം കൂടി ഇവിടെ വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മളൊരു ഓബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓബ്ജക്റ്റ് പ്ലേസ് ചെയ്യുന്നുണ്ട്. സെന്ററിൽ നിന്ന്, അതായത് ഒപ്റ്റിക് സെന്ററിൽ നിന്നും 25 സെന്റിമീറ്റർ മാറിയിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റിന്റെ ഇമേജ് 100 സെന്റിമീറ്റർ മാറിയിട്ട് കിട്ടി. നമ്മൾ വെച്ച ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്ററും കിട്ടിയ ഇമേജിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്ററും ആയിരുന്നു. ഇതിനെ നമുക്ക് എങ്ങനെ പ്ലസും മൈനസും യൂസ് ചെയ്തിട്ട് എഴുതാൻ നോക്കാം. നമുക്കറിയാം ഒബ്ജക്റ്റ് നമ്മുടെ ഒപ്റ്റിക് സെന്റർ മുതൽ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിന് നമ്മൾ യു ആണ് ഉപയോഗിക്കുന്നത്, അല്ലെ? അപ്പോൾ യു ഈസ് ഈക്വൽ ടു, ഇവിടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നത് 25 സെന്റിമീറ്റർ മാറിയിട്ടാണ്. നമ്മുടെ ഒപ്റ്റിക് സെന്ററിന്റെ ലെഫ്റ്റ് സൈഡിലായതുകൊണ്ട് തന്നെ ഇത് നെഗറ്റീവ് ആയിരിക്കും വരിക. ഇനി നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് നമുക്ക് ആ 100നെ +100 സെന്റിമീറ്റർ ആയിട്ട് എഴുതാം. ഇനി നമുക്ക് ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റും ഹൈറ്റ് ഓഫ് ദ ഇമേജും ആണ് വേണ്ടത്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്ട് HO എന്ന് പറയുന്നത് മോൾ ഭാഗത്തോട്ടാണ്, അല്ലെ? എക്സ് ആക്സിസിന്റെ മേളിലോട്ടാണ്, വൈയുടെ പോസിറ്റീവ് ഡയറക്ഷനിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് അത് +1 സെന്റിമീറ്ററും ഹൈറ്റ് ഓഫ് ദ ഇമേജ് HI എന്ന് പറയുന്നത് താഴേക്കുള്ള ഡയറക്ഷനിലാണ് 4 സെന്റിമീറ്റർ കിടക്കുന്നത്. ദാറ്റ് ഈസ് അത് -4 സെന്റിമീറ്റർ ആയിട്ടാണ് വരിക. ഇനി നമ്മൾ മിററിൽ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. മിറർ ഇക്വേഷൻ പഠിച്ചതുപോലെ ഇവിടെ ലെൻസിൽ കൊണ്ട് പഠിക്കാൻ നമുക്ക് ലെൻസ് ഇക്വേഷൻ ഉണ്ട്. അവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ നമുക്ക് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആയിരുന്നു, അവിടെ പ്ലസ് ആയിരുന്നു, അല്ലെ? അപ്പൊ ഇതാണ് ഇവിടെ ഒരു വ്യത്യാസമായിട്ട് വരിക. ഇവിടെ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/uവിനെ ഒന്ന് ക്രോസ് ചെയ്തെടുക്കാം നമുക്ക്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. ക്രോസ് ചെയ്യുമ്പോൾ u minus v divided by uv, that is 1/f. ഇനി എഫിന് വേണ്ടിയിട്ട് ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കുക. വി ഗെറ്റ് uv divided by u minus v. ഇതാണ് നമുക്ക് രണ്ട് ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. v ആയിരിക്കുമല്ലോ വലുത്, അല്ലെ? നോക്കാം നമുക്ക്. ചിലപ്പോൾ v ആയിരിക്കാം, അല്ലെങ്കിൽ u ആയിരിക്കാം. എനിവേ റൈറ്റ് സൈഡിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് v എന്തായിട്ട് കൊടുക്കാം? v പോസിറ്റീവ് ആയിരിക്കുമല്ലോ. നെഗറ്റീവിനെക്കാളും വലുത് പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ നമുക്ക് ആ ഒരു കേസിന് അതിനനുസരിച്ച് നമുക്ക് v ആണ് ഇവിടെ ആദ്യം എടുക്കുന്നത്. നമ്മൾ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u. അതൊന്ന് ഓർത്തിരിക്കണം മതി. Then f ഈസ് ഈക്വൽ ടു, അതിനെ ക്രോസ് ചെയ്ത് എടുക്കുമ്പോൾ ഇവിടെ 1/f അല്ല, ഡയറക്റ്റ് f കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് uv ഡിവൈഡഡ് ബൈ u മൈനസ് v. ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. When an object is placed at a distance 15 centimeter from a convex lens, a real image is formed at a distance of 30 centimeter. What is the focal length of the lens? അതായത് ഒരു കോൺവെക്സ് ലെൻസിൽ 15 സെന്റിമീറ്റർ അകലത്തിലായിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തിട്ടുണ്ട്. 30 സെന്റിമീറ്റർ മാറിയിട്ട് ഒരു റിയൽ ഇമേജ് ഫോം ചെയ്തെങ്കിൽ നമ്മൾ ഉപയോഗിച്ച ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്, അല്ലെ? അപ്പോൾ ഇവിടെ നമ്മൾ യു എന്ന് പറയുന്ന ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 15 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം അത് ലെഫ്റ്റ് സൈഡിലാണ്, therefore മൈനസ് യു ആയിട്ടും. ഒബ്ജക്റ്റിന്റെ ഇമേജ് കിട്ടിയിരിക്കുന്നത് റൈറ്റ് സൈഡിലാണ്, അതുകൊണ്ട് ഇമേജ് ഡിസ്റ്റൻസ് ആയിട്ടുള്ള v നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. കണ്ടുപിടിക്കാനുള്ളത് 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്യാം. അല്ല എങ്കിൽ ഡയറക്റ്റ് ആയിട്ട് f ഈസ് ഈക്വൽ ടു uv ഡിവൈഡഡ് ബൈ u മൈനസ് v, ഈ ഇക്വേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ് ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുക. f ഈസ് ഈക്വൽ ടു uv, that is -15 into +30 divided by -15 minus +30. Here ഒന്ന് പോസിറ്റീവും ഒന്ന് മൈനസും വന്ന് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയിരിക്കും. 15 into 3, that is 45ഉം ഹിയർ 450 കിട്ടും. ദെൻ -15ഉം -30 രണ്ട് നമ്പേഴ്സും ഇവിടെ എന്താണ് മൈനസ് ചെയ്യാനുള്ളത്? -30. ഈ പ്ലസും മൈനസും കൂടി നെഗറ്റീവ് ആയിട്ട് പോകും. രണ്ട് നെഗറ്റീവ് നമ്പേഴ്സ് ആണ്, ഒരേ സൈൻ ആണ്. അപ്പോൾ ഇവിടെ എന്താ ചെയ്യേണ്ടത്?
സബ്ട്രാക്ട് ചെയ്തിട്ട് അതേ സൈൻ തന്നെ കൊടുക്കുക. ഇവിടെ നമ്മൾ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ മൈനസും ക്യാൻസൽ ചെയ്ത് പോവും. പിന്നെ 45ഉം ക്യാൻസൽ ചെയ്ത് 1ഉം അവിടുത്തെ റിമൈനിങ് ആയിട്ടുള്ള 0യും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് +10 സെന്റിമീറ്റർ ആയിരിക്കും ഇവിടുന്ന് ഫോക്കൽ ലെങ്ത് കിട്ടുക. ഇനി ഇതിന്റെ റെസിപ്രോക്കൽ എടുക്കണ്ടേ? വേണ്ട. കാരണം 1/fന്റെ ഇക്വേഷൻ അല്ല നമ്മൾ യൂസ് ചെയ്തത്, ഡയറക്റ്റ് ആയിട്ട് എഫ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അത് എപ്പോഴും ഓർത്തിരിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺകേവ് ലെൻസ് ഈസ് 20 സെന്റിമീറ്റർ. ഇഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് കെപ്റ്റ് അറ്റ് എ ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ ഫ്രം ദി ലെൻസ്, ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഇമേജ് ഫോംഡ്. അതായത് ഇവിടെ നമ്മൾ ഫോക്കൽ ലെങ്ത് തന്നിട്ടുണ്ട്, 20 സെന്റിമീറ്റർ ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു കോൺകേവ് ലെൻസിനകത്ത് എന്താണ് നമ്മുടെ ഒബ്ജക്റ്റ് വെച്ചിട്ടുണ്ട്, 30 സെന്റിമീറ്റർ മാറിയിട്ടാണ് ഒബ്ജക്റ്റ് വെച്ചിട്ടുള്ളത്. ദെൻ ഫൈൻഡ് ഔട്ട് ദ ഡിസ്റ്റൻസ് ടു ദി ഇമേജ് ഫോംഡ്. ഇമേജ് ഫോം ചെയ്ത വരയ്ക്കുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഇവിടെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് യു എന്ന് പറയുന്നത് എഫും തന്നിട്ടുണ്ട്. ഇവിടെ നമുക്കറിയാം ഫോക്കൽ ലെങ്ത് നമുക്ക് മൈനസ് ആയിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റിന്റെ യു എന്ന് പറയുന്നത് മൈനസ് ആണ് നമുക്ക് വരുന്നത്. ഒബ്ജക്റ്റ് ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വെക്കുന്നത്. നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് കോൺവെക്സ് ലെൻസ് അല്ല, കോൺകേവ് ലെൻസ് ആണ് നമ്മുടെ സൈഡിലുള്ളത്. അപ്പോൾ ഒബ്ജക്റ്റും ഇമേജും ഫോം ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടെ ഫോക്കൽ ലെങ്ത് ഒക്കെ നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് കൊടുക്കുന്നത്. ദെൻ ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് വി ആണ്. ആ വി കണ്ടുപിടിക്കാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഈ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. ഒന്നിൽ ഇതിൽ കൊടുക്കുക, അല്ലെങ്കിൽ ഇതിൽ കൊടുത്തിട്ട് ചെയ്യാം. നമുക്കിപ്പോൾ ഇതിൽ കൊടുത്ത് ചെയ്യാം. 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u നകത്ത് 1/fന് പകരം -20 കൊടുക്കുക. 1/v, v നമുക്കറിയില്ല, മൈനസ് 1/-30, ദാറ്റ് ഈസ് -1/20. ഇവിടെ നമുക്ക് ഈ മൈനസും കൂടി ഇവിടെ പ്ലസ് ആയിട്ട് മാറും. ദെൻ ആ പ്ലസ് ആവുമ്പോൾ 1/v പ്ലസ് 1/30 വരും. ഇനി വിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈ 1/30 കൂടെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരിക. അവിടെ -1/20 ഉണ്ട്, അതിൻ്റെ അടുക്കലേക്ക് -1/30 വരും. നമുക്ക് ആൻസർ എന്ത് ബാക്കി കാണും? അവിടെ 1/v ഉണ്ടാവും. ഇനി നമുക്കൊന്ന് തിരിച്ചെഴുതാം. 1/v ഈസ് ഈക്വൽ ടു, ഇത് നമുക്ക് റൈറ്റ് സൈഡിൽ അപ്പുറം കിടന്നതിന് ഇപ്പുറത്തേക്ക് മാറ്റി എഴുതി, അത് മാത്രമേ അവിടെ ചെയ്തുള്ളൂ. ഇനി നമുക്ക് LCM എടുക്കണം. ഇവിടെ -30 -30 -20 × 1 -20, ഡിനോമിനേറ്ററിൽ 20 × 30. -30 -20 രണ്ടും നെഗറ്റീവ് ആണ്. ആഡ് ചെയ്യുമ്പോൾ -50 കിട്ടും. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 600 വരും. ക്യാൻസൽ ചെയ്യുക. 112, ദാറ്റ് ഈസ് 1/v ഈസ് ഈക്വൽ ടു -1/12 നമുക്ക് കിട്ടി. ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത്, ഇവിടെ ക്രോസ് ചെയ്യുക. ക്രോസ് ചെയ്യുമ്പോൾ -v ഈസ് ഈക്വൽ ടു 12 എന്ന് നമുക്ക് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ -v12 ആകുമ്പോൾ v ഈസ് ഈക്വൽ ടു -12 ആയിട്ട് മാറും. ഇവിടെ നമ്മൾ മൈനസ് മാറ്റി ഈ -12ലേക്ക് കൊടുക്കുക. -v ഈസ് ഈക്വൽ ടു 12 ഇംപ്ലൈസ് v ഈസ് ഈക്വൽ ടു -12 സെന്റിമീറ്റർ. അതായത് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നത് സെയിം ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടിയത്? നെഗറ്റീവായിട്ട് നമുക്ക് ആൻസർ കിട്ടിയത്. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് നോക്കേണ്ടത് മാഗ്നിഫിക്കേഷൻ ആണ്. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ ഇമേജും ഹൈറ്റ് ഓഫ് ദ ഓബ്ജക്റ്റും തമ്മിലുള്ള റേഷ്യോ ആണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് HI/H0 എന്ന് എഴുതാം. ഇനി ഈ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവും പോസിറ്റീവും ആകുന്നത് ആ ഒരു സൈന് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഇമേജിന്റെ പ്രത്യേകതകളാണ് അവിടെ സൂചിപ്പിക്കുന്നത്. നോക്കിക്കേ, എപ്പോഴാണ് നമുക്ക് ഈ HI/H0 നെഗറ്റീവ് ആകുന്നത്? നമുക്കറിയാം ഒരാൾ പോസിറ്റീവും ഒരാൾ നെഗറ്റീവും ആയാലും മാത്രമേ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ നെഗറ്റീവ് ആയിട്ട് കിട്ടുള്ളൂ. ഇവിടെ ഇമേജ് എന്ന് പറയുന്നത് നെഗറ്റീവും പോസിറ്റീവും ആവാം, പക്ഷേ നമ്മുടെ ഒബ്ജക്റ്റ് എപ്പോഴും നമ്മൾ നേരെയാണ് വെക്കുന്നത്. പോസിറ്റീവ് ആയിട്ടാണ് നമ്മുടെ ഒബ്ജക്റ്റ്, ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എപ്പോഴും ഇരിക്കുക, അല്ലേ? അപ്പോൾ ഇത് പോസിറ്റീവ് ആയിരിക്കും എപ്പോഴും. അപ്പോൾ നമ്മുടെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ പോസിറ്റീവും നെഗറ്റീവും ആകുന്നത് നമ്മുടെ ഇമേജിന്റെ ക്യാരക്ടർ അനുസരിച്ചിട്ടാണ് വരിക. അതായത് നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് അത് നെഗറ്റീവ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിരിക്കും, അത് പോസിറ്റീവ് ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിരിക്കും. എപ്പോഴാണ് നമ്മുടെ ഇമേജിന്റെ ഹൈറ്റ് പോസിറ്റീവ് ആവുക? എക്സ് ആക്സിന് മേളിലോട്ട് നിൽക്കുന്നത്. അതായത് എന്തായിരിക്കും? റിയൽ ആയിട്ടുള്ള ഇമേജ് ആയിരിക്കും അവിടെ ഫോം ചെയ്യുന്നത്. നിവർന്ന ഇമേജ്, നേരെയുള്ള ഇമേജ് ഫോം ചെയ്യുന്നത് വിർച്വൽ ആയിട്ടുള്ള ഇമേജ്, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും വരിക. അപ്പോഴായിരിക്കും നമ്മുടെ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവായിട്ട് വരിക. ഇനി എപ്പോഴാണ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവായിട്ട് വരിക?
മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിട്ട് വരണമെങ്കിൽ നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ഇമേജ് നെഗറ്റീവ് ആയിട്ട് വരിക, അതായത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക് ആയിരിക്കണം നമ്മുടെ ഇമേജ് ഇരിക്കേണ്ടത്. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ തല തിരിഞ്ഞിരിക്കുന്ന ഇമേജ് എന്ന് പറയുമ്പോൾ അതെപ്പോഴും റിയൽ ഇമേജ് ആയിരിക്കും. റിയൽ ഇമേജ് ആണല്ലോ തല കീഴായിട്ടിരിക്കുക. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആണെങ്കിൽ റിയൽ ആൻഡ് ഇൻവേർട്ടഡ് ഇമേജും, മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് എങ്കിൽ നമുക്ക് പറയാം വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ് ആണെന്ന് നമുക്ക് പറയാം. ഇനി നമ്മൾ വിയും യുവും യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ മാഗ്നിഫിക്കേഷൻ പറയാറുണ്ടല്ലോ, അവിടെയും നമുക്ക് ഇത് തന്നെ നോക്കാം. നമുക്കറിയാം ഒബ്ജക്റ്റ് നമ്മൾ നെഗറ്റീവ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ അവിടെ നിന്നിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്യുന്നതും നെഗറ്റീവ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ നമുക്ക് പോസിറ്റീവ് വാല്യൂ കിട്ടും അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇവിടെ നമ്മൾ മിററിൽ നിന്നും വ്യത്യാസമായിട്ട് ലെൻസ് ഇക്വേഷനിൽ അങ്ങനെ പോസിറ്റീവും നെഗറ്റീവും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിച്ചിരിക്കുന്നത് മാഗ്നിഫിക്കേഷൻ m=v/u ചെയ്താൽ മതി. v/u ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മാഗ്നിഫിക്കേഷൻ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. റൈറ്റ് സൈഡിൽ നമ്മുടെ യു പോസിറ്റീവും വി നെഗറ്റീവ് ആവുന്ന കേസിൽ തല കീഴായിട്ടുള്ള ഇമേജ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ നമുക്ക് വിയും യുവും കൂടെ ഡിവൈഡ് ചെയ്താൽ ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവ്, മാഗ്നിഫിക്കേഷൻ നെഗറ്റീവ് ആയിട്ട് തന്നെയാണ് വരിക അല്ലേ. ഇനി മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആവുന്നത് എപ്പോഴാണ്? യുവും വിയും ഒരേ ഡയറക്ഷനിലാകുന്ന കേസ്. നമ്മുടെ കോൺവെക്സിൽ 6ാമത്തെ കേസും കോൺകേവിൽ നമ്മൾ പഠിച്ച ഒരു കേസും, അത് രണ്ടും ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ഇമേജ് ഫോം ചെയ്തിരിക്കുന്നത്. അവിടെ യുവും വിയും നെഗറ്റീവ് ആണ്. യുവും വിയും നെഗറ്റീവ് ആകുമ്പോൾ അവിടെ നമുക്ക് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ് കിട്ടുക. ആ മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആയിട്ട് വരുമ്പോൾ അവിടെ കിട്ടിയത് നമുക്ക് റിയൽ ആൻഡ് വിർച്വൽ ഇമേജ് ആണ്. അപ്പം നമ്മുടെ മിററിന്റെ കേസ് പറഞ്ഞ പോലെ -v/u വേണ്ട, നമുക്ക് v/u അത് മാത്രം മതി. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് 2-3 പ്രോബ്ലംസ് നോക്കാം. When an object of height 3 cm is placed at a distance of 30 cm from the lens, a real image is formed at a distance of 60 cm. റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നത്. therefore അത് റൈറ്റ് സൈഡിലായിരിക്കും, പോസിറ്റീവ് ആയിട്ടായിരിക്കും വരിക. ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് 30 സെന്റിമീറ്റർ മാറിയിട്ടാണ്. ദാറ്റ് ഈസ് യു എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. നമുക്ക് വെച്ചിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ ആണ്, മേളിലോട്ടാണ്, പോസിറ്റീവ് 3 ആയിരിക്കും. ദെൻ നമുക്ക് ഇമേജ് കിട്ടിയിരിക്കുന്നത് റിയൽ ഇമേജ് ആണ്. therefore റൈറ്റ് സൈഡിലായിരിക്കും കിട്ടിയിരിക്കുന്നത്, +60 ആയിരിക്കും അവിടെ വിയുടെ വാല്യൂ. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൈറ്റ് ഓഫ് ദി ഇമേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഹൈറ്റ് ഓഫ് ദി ഇമേജും ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റും മാഗ്നിഫിക്കേഷനും തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട്. അതേ മാഗ്നിഫിക്കേഷനും വിയും യുവും തമ്മിൽ നമുക്കൊരു റിലേഷൻ ഉണ്ട് അല്ലെ. അപ്പോൾ ഇവിടെ നിന്ന് നേരെ കറങ്ങി തിരിച്ചിവിടെ എത്തുകയാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ നമ്മൾ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എഴുതുകയാണ് v/u. ദാറ്റ് ഈസ് v എന്ന് പറയുന്നത് +60ഉം u എന്ന് പറയുന്നത് -30 ആണ്. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആണ്, -2 ആയിരിക്കും നമുക്ക് അവിടെ കിട്ടുക. -2 ആയിരിക്കും നമുക്ക് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ആയിട്ട് കിട്ടുക. ഇതേ മാഗ്നിഫിക്കേഷൻ തന്നെ നമുക്ക് കിട്ടും hi/h0 ചെയ്താലും ഇതേ -2 തന്നെയാണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. അതിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂ കൊടുക്കാൻ നമ്മുടെ ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +3 ആണ്. അപ്പോൾ ഇതിനകത്ത് hi/+3 = -2. അവിടെ നമുക്ക് hi ചെയ്യുമ്പോഴത്തേക്കും ഇത് ക്രോസ് ആയിട്ട് -6 കിട്ടും. ദാറ്റ് ഈസ് -6. ദാറ്റ് മീൻസ് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇമേജിന്റെ പ്രത്യേകത അവർ പറയുന്നുണ്ട്, റിയൽ ഇമേജ് ആണ് ഫോം ചെയ്യുന്നതെന്ന് അറിയാം. അപ്പോൾ എന്തായാലും നമ്മുടെ ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും. ഹൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും കിട്ടുക, -6 സെന്റിമീറ്റർ. ദെൻ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ 3 സെക്ഷൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. An object is formed 15 cm away from a convex lens of focal length 10 cm. 10 cm ഫോക്കൽ ലെങ്ത് വരുന്ന ഒരു കോൺവെക്സ് ലെൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണ്? What is an image is formed 15 cm away from the convex lens. ഒരു ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. 15 cm അകലെ മാറിയിട്ട് ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഫോക്കൽ ലെങ്ത് ഫോക്കസ്, അതായത് കോൺവെക്സ് ലെൻസ് ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഫോക്കസ് നമ്മൾ റൈറ്റ് സൈഡിലായിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അവിടെ ഒബ്ജക്റ്റ് റൈറ്റ് സൈഡിൽ ഫിക്സ് ചെയ്യുന്നു. അവിടെ നമുക്ക് ഫോക്കസ് പ്ലസ് ആയിട്ട് മാറ്റാം. ദെൻ ഈ 2 കേസും വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദ കോൺവെക്സ് ലെൻസ്. നമ്മുടെ ഒബ്ജക്റ്റ് കോൺവെക്സ് ലെൻസിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയിട്ടാണെന്ന് അറിയാൻ നമ്മുടെ ഫോക്കസുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുള്ള ലെൻസ് ഇക്വേഷൻ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. 1/f = 1/v - 1/u. നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. 1/10
ഈസ് ഈക്വൽ ടു 1/15 മൈനസ് 1/u. ഇവിടെ നമുക്ക് -1/uവിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ 1/u ഈസ് ഈക്വൽ ടു 1/15 മാറ്റുന്നില്ല, ഇവിടെ കിടന്ന 1/10 റൈറ്റിലേക്ക് കൊണ്ടുവന്ന് -1/10 മാറ്റുക. ഇവിടെ നമ്മൾ ഒന്നുകിൽ LCM എടുത്ത് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് ലോവസ്റ്റ് ഫോമിലേക്ക് റെഡ്യൂസ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. 10 മൈനസ് 15 ഡിവൈഡഡ് ബൈ 15 ഇൻറ്റു 10 -5 ഡിവൈഡഡ് ബൈ 150 കിട്ടും. 5 വെച്ചിട്ട് ക്യാൻസൽ ചെയ്താൽ 5 3s are 15, ദാറ്റ് ഈസ് -1/30 കിട്ടും. നമ്മുടെ 1/u അവിടെ നിന്ന് റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ -30 സെന്റിമീറ്റർ ആയിട്ട് നമുക്ക് നമ്മുടെ u കിട്ടും. ഒബ്ജക്റ്റ് നെഗറ്റീവ് ഡയറക്ഷനിലാണ്, ലെഫ്റ്റ് സൈഡിലാണ്, -30 സെന്റിമീറ്റർ ആയിട്ട് കിട്ടും. ഇനി അതിന്റെ അടുത്ത സബ് ക്വസ്റ്റ്യൻ, ഇഫ് ദ ഒബ്ജക്റ്റ് ഈസ് 3 സെന്റിമീറ്റർ ഹൈ, നമ്മുടെ ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് +3 സെന്റിമീറ്റർ ആണ് എങ്കിൽ വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ഇമേജ്? ഇമേജിന്റെ ഹൈറ്റ് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നേരെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷനിലേക്ക് പോയാലേ പറ്റുള്ളൂ. നമുക്കറിയാം മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു hi/h0 ചെയ്താലും v/u ചെയ്താലും നമുക്ക് ആൻസർ ഈക്വൽ ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, hi എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദി ഇമേജ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ്. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് +3 തന്നിട്ടുണ്ട്, v നമുക്ക് +15 ആയിട്ട് തന്നിട്ടുണ്ട്, u നമുക്ക് -30 ആയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്ന് ക്യാൻസൽ ചെയ്യാം. 1ഉം 2ഉം വരും. ദാറ്റ് ഈസ് hi/3 ഈസ് ഈക്വൽ ടു ഒരു നെഗറ്റീവും 1/2 ഉണ്ട്. ഇവിടെ നമുക്ക് hi വേണം. hi ഈസ് ഈക്വൽ ടു മൈനസ് ഉണ്ട്, 3യെ കൂടിയിട്ട് ക്രോസ് ചെയ്ത് കൊടുക്കുക, -3/2 കിട്ടും. -3/2 എന്ന് പറഞ്ഞാൽ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് -1.5 സെന്റിമീറ്റർ ആണ് കിട്ടുന്നത്. ഇനി ഇതിന്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദി അതർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഇമേജ്? ഇമേജിന്റെ മറ്റു പ്രത്യേകതകൾ എന്തെന്നാണ് ക്വസ്റ്റ്യൻ. അതായത് നമുക്കിവിടെ മാഗ്നിഫിക്കേഷൻ ഉപയോഗിച്ചിട്ട് നമ്മൾ ഹൈറ്റ് കണ്ടുപിടിച്ചു. ഇമേജിന്റെ ഹൈറ്റ് നമുക്ക് നെഗറ്റീവ് ആയിട്ടാണ് കിട്ടിയത്. ഇമേജിന്റെ ഹൈറ്റ് നെഗറ്റീവ് ആയിട്ട് കിട്ടുക മീൻസ് ഇമേജ് ഇൻവേർട്ടഡ് ആയിരിക്കും, തല കീഴായിട്ടായിരിക്കും, താഴേക്കായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജ് ആണ് കിട്ടിയത്. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജസ് എപ്പോഴും റിയൽ ഇമേജസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് റിയൽ ഇൻവേർട്ടഡ് ഇമേജസ് ആണ്. ഇനി രണ്ടാമത്തെ പ്രത്യേകത, ഹൈറ്റുമായിട്ട് കമ്പയർ ചെയ്താൽ നമ്മളെടുത്ത ഓബ്ജക്റ്റിന്റെ ഹൈറ്റ് 3 സെന്റിമീറ്ററും നമുക്ക് കിട്ടിയിട്ടുള്ള ഇമേജ് 1.5 ആണ്. അതായത് 3യേക്കാളും വളരെ കുറവാണ് നമ്മുടെ 1.5. ഡിമിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ റിയൽ ഇൻവേർട്ടഡ് ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും നമുക്ക് ഈ ഒരു ക്വസ്റ്റിനകത്ത് നിന്നും കിട്ടുക. എന്താണ് ഒരു ലെൻസിന്റെ പവർ എന്ന് നമുക്ക് നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് പവർ. ഒരു കാര്യം കൂടി, നമ്മുടെ ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം, സെന്റിമീറ്ററിലോ കിലോമീറ്ററിലോ ഒന്നും അല്ല. മീറ്ററിലുള്ള ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പവർ കിട്ടും. പവർ ഓഫ് ദ ലെൻസ് ഇസ് ദ റെസിപ്രോക്കൽ ഓഫ് ഫോക്കൽ ലെങ്ത് എക്സ്പ്രസ്ഡ് ഇൻ മീറ്റർ. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് പവറിന്റെ ഇക്വേഷൻ P ഈസ് ഈക്വൽ ടു 1/f എന്ന് കൊടുക്കാം. ഇനി നമ്മുടെ പവറിന് ഒരു യൂണിറ്റ് ഉണ്ട്, ഡയോപ്റ്റർ എന്നാണ് പറയുന്നത്. ക്യാപിറ്റൽ ലെറ്റർ D വെച്ചിട്ട് നമ്മൾ സൂചിപ്പിക്കും. ഇനി നമുക്ക് പവർ പോസിറ്റീവ് പവേഴ്സും നെഗറ്റീവ് പവേഴ്സും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് പവർ വന്നാൽ അത് കോൺവെക്സ് ലെൻസ് ആണെന്നും നെഗറ്റീവ് പവർ ആണെങ്കിൽ കോൺകേവ് ലെൻസ് ആണെന്നും മനസ്സിലാക്കുക. ആ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. പവർ ശക്തിയുടെ കാര്യത്തിൽ കാണുമ്പോഴേ അറിയാം അല്ലേ, നല്ല നല്ല വലിപ്പമുണ്ട്, അത്യാവശ്യം നല്ല ശക്തിയൊക്കെ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പവർ പോസിറ്റീവ് ആയിട്ട് വരുന്നത് കോൺവെക്സിനും ഇടിച്ചിടിച്ച് ഒരു പരുവാക്കി വെച്ചേക്കുവാണ് അല്ലേ ഇവിടെ. അപ്പോൾ അവിടെ ശക്തി കുറഞ്ഞത്, അവിടെ നമുക്ക് എങ്ങനെ പറയാം, പവർ കുറഞ്ഞത് നെഗറ്റീവായിട്ട്. അപ്പോൾ ആ ഫിഗറിൽ നിന്ന് തന്നെ പവർ പോസിറ്റീവും നെഗറ്റീവും വരുന്നതിന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കാൻ ശ്രമിക്കുക. ദെൻ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് +25 സെന്റിമീറ്റർ. +25 ഫോക്കൽ ലെങ്ത് ഉള്ള ഒരു ലെൻസിന്റെ പവർ കണ്ടുപിടിക്കാൻ നമ്മൾ നേരിട്ട് എന്ത് ചെയ്യും, റെസിപ്രോക്കൽ എടുത്ത് ചെയ്യും അല്ലേ. പക്ഷെ ഓർക്കുക, നമ്മുടെ ഫോക്കൽ ലെങ്ത് എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് മീറ്ററിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 25 സെന്റിമീറ്ററിലാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ സെന്റിമീറ്ററിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ സെന്റിമീറ്ററിനെ മീറ്ററിലോട്ട് മാറ്റുന്നത്. ഇനി നമുക്ക് പവർ കണ്ടുപിടിക്കാൻ എഫിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, തിരിച്ചിട്ടാൽ മതി അല്ലെ. അപ്പോൾ എഫ് എന്ന് പറയുന്നത് 25/100 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 25/100ന്റെ റെസിപ്രോക്കൽ 100/25. ദെൻ ഇവിടെ 100ഉം 25ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ വി ഗെറ്റ് 4.
നമുക്കിവിടെ തന്നിരുന്ന ഫോക്കൽ ലെങ്ത് പ്ലസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെയും ആൻസർ എന്ത് കിട്ടും? പവർ +4 ആണ് യൂണിറ്റ് ഡയോപ്റ്റർ. ക്യാപിറ്റൽ ഡി +4 ആണ് വന്നത് അല്ലെ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം +4 ആണ്, പോസിറ്റീവ് ആണ്. അപ്പൊ നമ്മുടെ ലെൻസ് കോൺവെക്സ് ലെൻസ് ആണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, യു ക്യാൻ ഗെസ് വാട്ട് ദ +2D ഇൻ ദ പ്രിസ്ക്രിപ്ഷൻ സ്റ്റാൻഡ്സ് ഫോർ. അവിടെ ഡോക്ടറിന്റെ ഒരു പ്രിസ്ക്രിപ്ഷനെ കുറിച്ചിട്ട് പറയുന്നുണ്ട് അല്ലെ ടെക്സ്റ്റില്. അപ്പൊ അതിലെ +2D എന്തായിരിക്കാം? ലെൻസിന്റെ പവർ ആയിരിക്കാം നമ്മുടെ +2D. കാരണം ഡയോപ്റ്റർ നമ്മുടെ പവറിന്റെ യൂണിറ്റ് ആണ്. പോസിറ്റീവ് പറയുമ്പോൾ കോൺവെക്സ് ലെൻസ് ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. പവർ 2 ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് ഫോക്കൽ ലെങ്ത്? അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കും എന്ന് നമുക്ക് പവറിന്റെ ഇക്വേഷൻ നമുക്ക് അറിയാവുന്നത് ഫോക്കൽ ലെങ്തിന്റെ റെസിപ്രോക്കൽ ആണ് അല്ലെ. എങ്കിൽ തിരിച്ച് നമുക്ക് പറയാം എഫ് എന്ന് പറയുന്നത് പവറിന്റെ റെസിപ്രോക്കൽ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് +2 ആണ്. Therefore 1/2 that is 0.5 ആയിരിക്കും. ഇനി 0.5 സെന്റിമീറ്റർ ആണോ മീറ്റർ ആണോ? നമുക്കറിയാം പവർ കണ്ടുപിടിക്കാൻ നമ്മൾ ഫോക്കൽ ലെങ്ത് മീറ്ററിലാണ് അപ്ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ നിന്ന് നമ്മൾ കണ്ടുപിടിക്കുന്ന ഫോക്കൽ ലെങ്ത് അത് മീറ്ററിലായിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടുന്നത് +0.5 മീറ്റർ ആയിരിക്കും ഇവിടുത്തെ ഫോക്കൽ ലെങ്ത് ആയിട്ട് വരിക. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ട്വിങ്ക്ലിംഗ് ഓഫ് സ്റ്റാർസ്, അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റാർസിൽ നിന്നും ഉള്ള ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ പല ലെയറിലെ പല ടെമ്പറേച്ചർ ആണ് അല്ലെ. പല ടെമ്പറേച്ചറിലൂടെ കടന്നു വരുമ്പോൾ അതായത് മീഡിയം മാറുന്നില്ല, എയറിൽ കൂടെ തന്നെയാണ് വരുന്നത്, മീഡിയം മാറുന്നില്ല എന്ന് സപ്പോസ് ചെയ്യാം. മീഡിയം മാറുമ്പോഴാണ് നമ്മൾ റിഫ്രാക്ഷൻ പറയുന്നത് അല്ലെ, ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് പോകുമ്പോൾ. പക്ഷെ അവിടെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അതിൽ വ്യത്യാസം വന്നാലും മീഡിയം മാറണ്ട, ഒരേ മീഡിയത്തിൽ തന്നെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി വ്യത്യാസമായിട്ട് വന്നാലും അവിടെ റിഫ്രാക്ഷൻ സംഭവിക്കും. അപ്പോൾ ഈ ഹീറ്റും ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഹീറ്റ് കൂടിയാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും അല്ലെ. ഒപ്റ്റിക് ഡെൻസിറ്റി കുറയുമ്പോൾ ഹീറ്റ് കൂടിയാൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറയും. ദെൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പല ലെയറിന്റെ ടെമ്പറേച്ചർ പലതാകുമ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരാം. അപ്പോൾ ലൈറ്റിന്റെ ഒരു റേ പല ലെയറിൽ കൂടെ ട്രാവൽ ചെയ്ത് വരിക, അതായത് പല ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഉള്ള മീഡിയത്തിൽ കൂടെ ട്രാവൽ ചെയ്ത് വരുമ്പോൾ അവിടെ തീർച്ചയായിട്ടും റിഫ്രാക്ഷൻ സംഭവിക്കും. അങ്ങനെ റിഫ്രാക്ഷൻ പല പ്രാവശ്യം, അതായത് ഒരു പ്രാവശ്യമല്ല, സക്സസീവ് റിഫ്രാക്ഷൻ, അതായത് ഒന്ന് കഴിഞ്ഞ് അടുത്ത ലെയറിലെത്തുമ്പോൾ അങ്ങനെ സക്സസീവ് റിഫ്രാക്ഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കണ്ണിലേക്ക് എത്തുക അല്ലെ. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നത് പല സ്ഥലത്തു നിന്നുള്ള റേസ് നമ്മുടെ കണ്ണിലേക്ക് വരുന്നു എന്ന ഫീലിംഗ് ആണ് നമുക്ക് വരുന്നത്. അതായത് സ്റ്റാർസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്, പക്ഷെ അത് വളരെ അകലത്തിലായതുകൊണ്ട് ഒരു പോയിന്റിൽ നിന്നും ലൈറ്റ് വരുന്നതായിട്ടേ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ അത്രയ്ക്ക് അകലത്തിൽ നിന്നുള്ള സ്റ്റാർ അവിടെ നിന്നിട്ടാണ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അത് പല പൊസിഷനിൽ നിന്നും വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുമ്പോഴാണ് ഇത് ട്വിങ്കിൾ ചെയ്യുന്നതായിട്ടുള്ള ഒരു എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ്, യഥാർത്ഥത്തിൽ അവിടെ ട്വിങ്കിളിംഗ് ഒന്നും നടക്കുന്നില്ല, നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യാൻ കാരണം അറ്റ്മോസ്ഫിയറിക് റിഫ്രാക്ഷൻ ആണ്. എയറിന്റെ ഡെൻസിറ്റി, ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിലുള്ള വ്യത്യാസം കാരണം നമ്മുടെ ലൈറ്റ് റേസിന് സക്സസീവ് ആയിട്ട് റിഫ്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിന്റെ ഫലമായിട്ടാണ് നമ്മൾ ട്വിങ്കിളിംഗ് ഓഫ് സ്റ്റാർസ് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ റിഫ്രാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററും ഇതോടുകൂടി തീരുവാണ്. ക്ലാസ്സിൽ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്